മൂന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ബി, വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി, ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം? ഉത്തരം എ, കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ഉത്തരം ബി, ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? ഉത്തരം ഡി, സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം സി, സർദാർ കെ എം പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി, രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ഉത്തരം എ, ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്? ഉത്തരം ബി, കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ബി, മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം എ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം സി, ദാദാഭായ് നവറോജി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം ബി, ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഉത്തരം ബി, സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം? ഉത്തരം ഡി, മിനുക്ക്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? ഉത്തരം എ, 44. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉത്തരം സി, ഏകീകൃത സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി, പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഉത്തരം സി, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത്? ഉത്തരം ഡി, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 22, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ഉത്തരം സി, മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഉത്തരം സി, മൗലാന അബ്ദുൽ കലാം ആസാദ്. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ? ഉത്തരം ഡി, KN രാജ്. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം സി, അമൂൽ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം സി, 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഉത്തരം ബി, ഥാർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം എ, ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ഉത്തരം സി, ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? ഉത്തരം ഡി, കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം സി, പെരിയാർ. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഡി, സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം എ, പുന്നമടക്കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ബി, വയനാട്.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? ഉത്തരം സി പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഡി ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ബി കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ബി ഇടുക്കി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം ബി എറണാകുളം. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ബി പുനലൂർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം സി ഒ ഗ്രൂപ്പ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഉത്തരം ഡി ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം ബി ജീവകം ബിയും സിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഡി ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്നു കണ്ടുപിടിക്കുക. ഉത്തരം ബി 1ഉം 2ഉം ശരിയാണ്. അയോഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? ഉത്തരം എ അനോഫിലസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാനുള്ള ഹോർമോൺ? ഉത്തരം ബി ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം സി മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ്? ഉത്തരം എ അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി കുഷ്ഠരോഗം. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും? ഉത്തരം സി 12,000. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത്? ഉത്തരം എ എഞ്ചിൻ്റെ താപനില അളക്കാൻ. യു ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത്? ഉത്തരം ഡി മുകളിൽ പറഞ്ഞ എല്ലാം. എവിടെയാണോ യു ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലാലും നിരോധിച്ചിരിക്കുന്നത് അവിടെ, ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ. ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ്? ഉത്തരം സി ബൈറ്റിംഗ് പോയിന്റ്. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ? ഉത്തരം ബി സിഗ്നലിൻ്റെ ആവശ്യമില്ല. 56ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 57. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചെലവാകുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത എത്ര? ഉത്തരം സി 12 കിലോമീറ്റർ പ്രതി ലിറ്റർ. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്? ഉത്തരം എ എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ. വാഹനത്തിൻ്റെ ഗതികോർജം താപോർജമാക്കി മാറ്റുന്ന സംവിധാനം? ഉത്തരം എ ബ്രേക്ക്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഉത്തരം സി ഡ്രൈവിംഗ് റെഗുലേഷൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഭാഗമല്ലാത്തത്? ഉത്തരം ബി ഗ്ലോ പ്ലഗ്. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലമാണ്? ഉത്തരം ഡി ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിൻ്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം? ഉത്തരം ബി വീൽ ബേസ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 65. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം? ഉത്തരം ഡി ഡിഫറൻഷ്യൽ. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത്? ഉത്തരം ബി കിക്ക്. എന്താണ് ഷോൾഡർ ചെക്ക്? ഉത്തരം സി ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത്. കൂളൻ്റ് ഉപയോഗിക്കുന്നത്? ഉത്തരം എ എഞ്ചിൻ തണുപ്പിക്കാൻ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിൻ്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം? ഉത്തരം എ ബ്ലൈൻഡ് സ്പോട്ട്. 70ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 71. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത്?
ഉത്തരം എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചതുമൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ബ്രേക്ക് ഫെയ്ഡിങ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഉത്തരം ബി ബാറ്ററിയിൽ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി റിയർ വ്യൂ മിറർ ഏത് തരമാണ്? ഉത്തരം എ കോൺവെക്സ്. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനം? ഉത്തരം സി എൻജിൻ. BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി? ഉത്തരം സി 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി? ഉത്തരം ബി 5 വർഷം. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത്? ഉത്തരം ഡി സ്കൂൾ ബസ്. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം എ ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത്? ഉത്തരം ബി ടയറിലെ വായുമർദ്ദം അളക്കാൻ. കോസ്റ്റിംഗ് എന്നാൽ ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിലിട്ടോ ഇറങ്ങുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ? ഉത്തരം ഡി 1000 രൂപ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ? ഉത്തരം സി ബ്ലീഡിംഗ്. ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ? ഉത്തരം ഡി മുകളിൽ പറഞ്ഞതെല്ലാം. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം? ഉത്തരം ഡി മുകളിൽ പറഞ്ഞ എല്ലാം. ഘർഷണം കുറയ്ക്കുക, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക. വാഹനത്തിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ്? ഉത്തരം ബി ജലം. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം എ പിന്നിലെ ചക്രങ്ങളിൽ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഗുണങ്ങൾ? ഉത്തരം ഡി മുകളിൽ പറഞ്ഞ എല്ലാം. സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം? ഉത്തരം സി മോട്ടോർ ക്യാബ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത? ഉത്തരം സി 50 km/മണിക്കൂർ. താഴെ പറയുന്നവയിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത്? ഉത്തരം എ വേഗത കുറയ്ക്കാൻ. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്? ഉത്തരം ബി ഡിപ്ഡ് ലൈറ്റ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം? ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അമിതഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഉത്തരം ബി ഫയർ സർവീസ് വാഹനം. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത? ഉത്തരം എ 25 km/മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത? ഉത്തരം ഡി 60 km/മണിക്കൂർ. ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം? ഉത്തരം സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. ഫയർ ഹോൺ അനുവദനീയമായ വാഹനം? ഉത്തരം ഡി ഇതൊന്നുമല്ല. താഴെ പറയുന്നതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസ്സിലെടുക്കാവുന്നത്? ഉത്തരം ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, പെർമിറ്റില്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ബി ന്യൂമാറ്റിക്.